ഇവിടുത്തെ വിഷയം എന്താണ്? ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ. അവയ്ക്ക് സംഭവിച്ചത് എന്താണ്? സ്വർണം പോയ വഴി ഏതായിരിക്കും? സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. അപ്പോൾ 1998 സെപ്റ്റംബർ 4 ഈ തീയതി നമ്മൾ ശ്രദ്ധിക്കണം. വ്യവസായിയായ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശുന്ന ദിവസമാണ്. സെപ്റ്റംബർ മാസത്തിലെ പത്രവാർത്തകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതിനുശേഷം 2019 ജൂലൈ 6 2 ദ്വാരപാലക ശില്പങ്ങളിലും പീഠങ്ങളിലും ഞാൻ സ്വർണം പൂശി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തുകയാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി തേടുകയും ചെയ്യുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്ന് നോക്കൂ. 2019 ജൂലൈ 19 അതായത് ഈ അപേക്ഷ അംഗീകരിക്കുന്നതിന്റെ ഒരു വേഗം നമ്മൾ ശ്രദ്ധിക്കണം. തന്ത്രിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഈ പാളികൾ അഴിച്ചെടുക്കുന്നു. സംഭവ സമയം ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്നത് സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ 42.8 കിലോഗ്രാമാണ് തൂക്കം ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. 2019 ജൂലൈ 20 ഈ പാളികൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുകയാണ്. ദേവസ്വം മാനുവൽ പ്രകാരം സന്നിധാനത്തെ വസ്തുവകൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടെ പോകേണ്ടതുണ്ട്, അനുഗമിക്കണമെന്നാണ് ചട്ടം. അത്തരത്തിലൊന്ന് അവിടെ ഉണ്ടായില്ല എന്നതും വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത്. അടുത്തത് 2019 ഓഗസ്റ്റ് 29 സന്നിധാനത്ത് നിന്ന് പാളികൾ അഴിച്ചെടുത്തതിന്റെ 39ാം ദിവസമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികൾ എത്തുന്നത്. എന്നാൽ എത്തിച്ചത് സ്വർണ്ണപ്പാളികളല്ല, ചെമ്പ് പാളികളാണ് എന്ന് പങ്കജ് ഭണ്ഡാരിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. അവിടെ വെച്ച് തൂക്കിയപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുടെ ഭാരം എന്ന് പറയുന്നത് 38.25 കിലോ മാത്രം. അതായത് ശബരിമലയിൽ തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നത് 42.8 കിലോയാണ്. കുറവെന്ന് പറയുന്നത് 4.54 കിലോ, 4.5 കിലോ എന്ന് റഫ്ലി നമുക്ക് പറയാം. ചെന്നൈയിൽ നിന്ന് സ്വർണം പൂശിയപ്പോൾ ഭാരം 38.653 കിലോയായി. അതായത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് അവിടെ നടന്നത് എന്ന് ചുരുക്കം. എത്തിയത് ചെമ്പുപാളികളാണ്. 2019 സെപ്റ്റംബർ ആകുമ്പോൾ പാളികളുമായി പോറ്റി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. യാത്രയ്ക്കിടെ പലയിടത്തും ഈ പാളികൾ ഇറക്കി പ്രദർശിപ്പിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 സെപ്റ്റംബർ 9 കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ഈ പാളി ദർശനത്തിന് വെച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി നാണ് ഇളമ്പള്ളി. ദർശനത്തിനും പൂജയ്ക്ക് ശേഷം പിറ്റേന്ന് ശബരിമലയിലേക്ക് അവിടെ നിന്ന് തിരിക്കുകയാണ്. അടുത്തത് 2019 സെപ്റ്റംബർ 11 അന്ന് തിരുവോണമാണ്. പോറ്റിയിൽ നിന്ന് ഈ പാളികൾ ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങുന്നത് ഈ ദിവസമാണ്. രാത്രി നട അടച്ച ശേഷം ശില്പത്തിലേക്ക് ഈ പാളികൾ ചേർക്കുകയാണ്. ഇത്രയുമാണ് അതുവരെ സംഭവിച്ചത്. അപ്പോൾ അതിന്റെ പ്രദർശനം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പിന്നീട് നമ്മൾ ഈ വർഷത്തിലേക്ക് വരണം, 2025 വരണം. സെപ്റ്റംബർ 7 പാളികളിൽ മങ്ങലുണ്ടായി എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശാൻ വീണ്ടും അഴിച്ചെടുക്കുകയാണ്. അടുത്ത ദിവസം അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈക്കോടതിക്ക് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ റിപ്പോർട്ട് നൽകുന്നു. പറഞ്ഞ റിപ്പോർട്ട് എന്താണ്? തന്നെ അറിയിക്കാതെയാണ് ഇത് കൊണ്ടുപോയതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണ് ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിലൂടെ പൊതുജന മധ്യത്തിലേക്ക് വരുന്നത്. 2025 സെപ്റ്റംബർ 17 സ്വർണം പൂശിയപ്പോൾ അത് 2 താങ്ങുപീഠങ്ങൾ അധികം നൽകിയെന്ന വാദവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വരികയാണ്. അതാണ് ഒരു ട്വിസ്റ്റായിട്ട് മാറുന്നത്. അത് സെപ്റ്റംബർ 17 സംഭവിക്കുന്നത്. അതിനുശേഷം ഈ താങ്ങുപീഠം എവിടെയെന്നുള്ള ചോദ്യം ഉയരുകയാണ്. സെപ്റ്റംബർ 28 അടുത്ത ദിവസം ശബരിമലയിൽ സമർപ്പിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പീഠങ്ങൾ കണ്ടെടുക്കുന്നത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. ദേവസ്വം വിജിലൻസ് ആണത് കണ്ടെടുക്കുന്നത്. 2025 ഒക്ടോബർ 3 പോറ്റിക്കെതിരെ തെളിവുകൾ ഒന്നൊന്നായി ഇങ്ങനെ പുറത്തു വരികയാണ്. യഥാർത്ഥത്തിൽ ഒന്നിന് പിന്നാലെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് ഇതുവരെ സംഭവിച്ചത്. ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് മുന്നിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.